പട്ടാളക്കാരനാകണമെന്നതായിരുന്നു മിഥുന്റെ ആഗ്രഹം. പഠിക്കാൻ മിടുക്കുള്ള മക്കളെ അവരാഗ്രഹിക്കും വരെ പഠിപ്പിക്കണമെന്നതായിരുന്നു കടൽ കടക്കുമ്പോൾ അവന്റെ അമ്മയുടെ ആഗ്രഹം. ഒപ്പം ഒറ്റമുറി വീട് പുതുക്കിപ്പണിയണമെന്നും. ആഗ്രഹങ്ങൾ ബാക്കിയാക്കി മിഥുൻ കണ്ണീരോർമ്മയാകുമ്പോൾ ആ അമ്മ മനുഷ്യത്വത്തിന്റെ കണികയെങ്കിലും ബാക്കി നിൽക്കുന്നവർക്ക് കണ്ടു നിൽക്കാനാവാത്ത കാഴ്ചയാണ്. ഇനിയൊരു മകനും ഇനിയൊരമ്മയ്ക്കും ഇങ്ങനെ ഉണ്ടാകരുതേ എന്നൊന്ന് ഉള്ളുരുകി ചിന്തിക്കാത്തവർ ഭൂമി മലയാളത്തിൽ ഇന്നുണ്ടാകില്ല. തീർച്ചയാണ്. നാടൊന്നാകെ ഒരു കുഞ്ഞിന്റെ വേദനയിൽ വിറങ്ങലിച്ചു നിൽക്കുന്നതിനിടെ തലസ്ഥാനത്ത് ഒരു യോഗം ചേർന്നിട്ടുണ്ട്. ഓണാഘോഷം തീരുമാനിക്കാൻ പറ്റിയ ദിവസമെന്നേ പറയാനുള്ളൂ. മിഥുന്റെ ചിതയ്ക്ക് കുഞ്ഞനുജൻ തീ കൊളുത്തിയതിന് പിന്നാലെ ഉണർന്നിട്ടുണ്ട് വൈദ്യുതി വകുപ്പ്. വൈദ്യുതി ലൈനുകൾ സുരക്ഷിതമാണോ എന്ന് പരിശോധിക്കാൻ ഇന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് വകുപ്പ് മന്ത്രി. സിസ്റ്റം നന്നാക്കാനുള്ള നീക്കമാണ്. സുൽത്താൻ ബത്തേരിയിൽ പാമ്പ് കടിച്ചു മരിച്ച ഷെഹ്ല ഷെറിൻ, മലപ്പുറം കാളികാവിൽ ഷോക്കേറ്റു മരിച്ച 10ാം ക്ലാസ്സുകാരൻ അനന്തു, തൃശൂരിൽ കുഴിയിൽ വീണ് മരിച്ച വിഷ്ണുദത്ത്, കോട്ടയത്ത് കെട്ടിടം തകർന്ന് വീണ് മരിച്ച തലയോലപ്പറമ്പിലെ ബിന്ദു. സിസ്റ്റം നന്നാക്കുന്നതിന് മുമ്പ് വീട്ടുകാർക്ക് നഷ്ടപ്പെട്ടവരുടെ ലിസ്റ്റ് ഇനിയും നീളും. ബാലഹത്യോ എന്നതാണ് ചോദ്യം.